ഭഗവാൻ ഇന്നലെ മുരളീധരനായിട്ടായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ഓടക്കുഴൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഭഗവാൻ ഓടക്കുഴൽ ഊതാനായിട്ട് പോവുകയാണ്, ആ വേണുനാഥം പൊഴിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കാലുകളൊക്കെ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാലിലെ കാൽത്തലകളൊക്കെ അണിഞ്ഞിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അതിങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്, നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട്. ഭഗവാന്റെ അമാസ്മരികമായിട്ടുള്ള സംഗീതത്തിൽ ആറടിക്കാനായിട്ട്. അപ്പം ഇതിലൊക്കെ മുഴുകി നിൽക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകണം. ഇത് തന്നെയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിരവധി ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. അങ്ങനെ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം ആ ഒരു സമയത്ത് അതിനെയെല്ലാം ഇല്ലാതാക്കാനുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ, അത് ഭഗവാന്റെ ഈ ഒരു വേണുഗാനത്തിനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കേൾക്കാനായിട്ട് കാതോർത്തിരുന്നാൽ മാത്രം മതി. ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം ഉണ്ടല്ലോ, അത് മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ എല്ലാവിധ സങ്കടങ്ങളും നമുക്ക് മാറിക്കിട്ടും. കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ സർവാഭരണ വിഭൂഷിതനായിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴലും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആ സുന്ദര രൂപം, അപ്പൊ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ പോകും. അപ്പൊ പിന്നെ ആ വേണുഗാനം ഒന്ന് കേട്ട് കഴിഞ്ഞാലോ പിന്നെ പറയാനുണ്ടോ? അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ടാണ് നമ്മളെല്ലാവരും കാതോർത്തിരിക്കേണ്ടത്. ഭഗവാന്റെ ആ ഒരു നിമിഷം കാണുന്ന ഒരു മാത്രയിലെ എന്ത് വേണം? ആ ഓടക്കുഴൽ നാദത്തിലെ മുഴുകാനായിട്ട് അലിയിച്ചു ചേർക്കണേ ഭഗവാനെ എന്നാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. കേവലം ഒരു മുളം തണ്ടിനെ, ഒന്നുമില്ലാത്ത ഒരു മുളം തണ്ടാണ്, അതിലൂടെ എത്ര സുന്ദരമായിട്ടാണ് ഭഗവാൻ ആ ഗാനം, മധുര ഗാനം പൊഴിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നുമില്ലാത്തവരാണ്, നമ്മളൊക്കെ ശൂന്യരാണ്, ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഭഗവാന്റെ ആ ഒരു സംഗീതമുണ്ടല്ലോ, അത് നമ്മളിൽ നിറയ്ക്കണമേ എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മളെല്ലാം തികഞ്ഞവരായി. അപ്പം എന്താണ്? ഭക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, ഭഗവാനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ശൂന്യരാണെന്നാണ് പറയണത്, ഒന്നുമില്ലാത്തവരാണ്, അർത്ഥമില്ലാത്തവരാണെന്നാണ് പറയണത്. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ കൂടെ ഉണ്ടാകണം. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് ചേർത്ത് പിടിച്ചോളൂ കേട്ടോ. ആ കുഞ്ഞു കാലുകളിൽ പിടിവിടാതെ ഇങ്ങനെ മുറുക്ക പിടിച്ചോളൂ. അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും. നമ്മളോടൊപ്പം കൂടെ കളിക്കാനായിട്ട് വരുന്ന ഉണ്ണിക്കണ്ണനായിട്ട്, നമ്മളെല്ലാവരെയും സംരക്ഷിക്കാനായിട്ട് വരുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ട് നന്നായിട്ട് ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചോളൂ. ആ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.